പണ്ട് ഡോക്ടർ അബ്ദുൽ കലാം ഒരു വേദിയിൽ ഇതേപോലെ തന്നെ ഒരു പ്രസംഗം എന്തോ പരിപാടി നടക്കും, ഒരു ഫംഗ്ഷനാണ്, എന്താണെന്ന് എനിക്കതിൽ ഓർമ്മയില്ല. പക്ഷേ അന്ന് അദ്ദേഹം പുള്ളിക്കാരൻ മാത്രം ഇട്ടിരുന്നൊരു കസേര വലുതാണ്. അപ്പോൾ അതൊരു ജനാധിപത്യ മര്യാദ ചേരുന്ന പരിപാടിയല്ല, സ്പെഷ്യലായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കസേര ആൾ മാറ്റുന്നൊരു സീനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കസേര കൊണ്ടിടുന്നു. ആ കസേര മാറ്റിയിട്ട് കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അറ്റത്ത് വേറെ ആരോ വന്നിരിക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇരിക്കാൻ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ കുറേ സീനൊക്കെ ഉണ്ടാകും, അത് പുറകിലോട്ട് മാറ്റിവിടും. എന്നാണ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്തയൊക്കെ നമ്മുടെ സുരേഷ് ഗോപിയും കാണുകയെ. പക്ഷേ സുരേഷ് ഗോപിക്ക് ഇത് എവിടെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു തരം പ്രത്യേകതരം മണ്ടത്തിലുള്ള ഒരാൾ. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ തൃശ്ശൂർ കുറച്ച് പേർക്ക് അറിയത്തില്ല, അല്ലെ അത് മനസ്സിലാകാത്തവരിരുന്നു എന്തിനും നക്കപ്പിച്ച് കിട്ടുന്നോ എല്ലാം കരുതിയിട്ടായിരിക്കും. എന്തിനാട്ടെ എനിക്ക് കിട്ടിയോന്ന് അറിയത്തില്ല. അങ്ങനെ കുറച്ച് പേർക്ക് ഒരു ചെറിയ സംഭവം ഉണ്ടായതല്ലാതെ എന്തൊക്കെ കാണിച്ചാലും ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കത്തുള്ളൂ. നമുക്കിതിൽ അത്ഭുതം തോന്നിയിട്ട് പറയുന്നതല്ല. ഇവിടെ സുരേഷ് ഗോപിക്കും മറ്റെല്ലാ ചെയറും ഒരുപോലെ. അപ്പം സുരേഷ് ഗോപി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് മാറ്റേ, എനിക്ക് പ്ലാസ്റ്റിക് ചെയർ മതിയെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഈ ഇങ്ങനത്തെ ആൾക്കാരെല്ലാവരും ഇങ്ങനെയാണ്. എന്തിന്, എവിടെ, ആരെന്തിന് ചെയ്തു അതൊന്നും മനസ്സിലാകത്തില്ല. പകരം അയാൾ അങ്ങനെ ചെയ്തു, ഞാനും അങ്ങനെ ചെയ്യാം, മറ്റേ തലയിൽ ആപ്പിൾ വീണ ബുദ്ധി വെക്കുമെന്നൊക്കെ വിചാരിക്കുന്ന അതൊരു കഥയാ. അല്ല, ന്യൂട്ടന്റെ തലയിൽ ആപ്പിളൊന്നും വീണ്ടൊന്നുമില്ല. പിന്നെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴല്ലേ പുള്ളി ഇതുണ്ട്, എന്തൊരു മണ്ടത്തിലോ. അപ്പോൾ ഇങ്ങനത്തെ കുറെ പൊട്ടത്തിലൊക്കെ സുരേഷ് ഗോപിക്ക് അറിയായിരിക്കും, മനസ്സിലായില്ല. സുരേഷ് ഗോപിന് വല്ല ആപ്പിളിന്റെ മരത്തിന് അടിപ്പോയി ഇരുന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. ബോധിവൃക്ഷത്തിന് അടിപ്പോയി വേണേൽ തപസ്സൊക്കെ ചെയ്ത് കളയും. അതുപോലെ ആവേ അടിയിരിക്കുമ്പോഴല്ലേ മറ്റേ ബുദ്ധി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പൊട്ടത്തിലൊക്കെ വിശ്വസിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് മണ്ടന്മാരാണ് ഈ പറഞ്ഞ പല രാഷ്ട്രീയക്കാരും. സിനിമാടന്മാരാണെങ്കിൽ പിന്നെ പറയണ്ട, അന്ധവിശ്വാസത്തിന്റെ ഈ മുടിഞ്ഞ അന്ധവിശ്വാസമാണ്. പിന്നെ ഇങ്ങനത്തെ വെടനത്തിനും ചെയ്യാൻ സിനിമാടന്മാർക്ക് ഒരു മടിയും കാണത്തില്ല, കാരണം അതിന് അത്രേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നെന്ന്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന മണ്ടന്മാർക്ക് ഇഷ്ടം പോലെ അമേരിക്കയിലുണ്ട്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന മണ്ടന്മാരില്ലേ. അപ്പോൾ ഇവിടെ ഒരുത്തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് വലിയ സംഭവം നോക്കാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താ ഈ പറയുന്നത്? പൃഥ്വിരാജ് ഇംഗ്ലീഷ് സംസാരിക്കും, എന്നിട്ട് മറ്റേ ഫോട്ടോഗ്രാഫർ മാസ്റ്റർ പിടിച്ചോണ്ടിരിക്കും ഇങ്ങനെ, ഒന്നും അറിയാത്ത പോലെ കുറേ ഊളത്തരങ്ങൾ കാണിക്കുന്ന ഒരുതരം പ്രത്യേക ഐറ്റങ്ങളാണ് ഈ സിനിമയുടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ. ആരും അത്ര എക്സെപ്ഷൻ ഒന്നല്ല. മോഹൻലാലിനെ കണ്ടില്ലേ, മമ്മൂട്ടിയെ കണ്ടില്ലേ, സുരേഷ് ഗോപിയെ കണ്ടില്ല, ദിലീപിനെ കണ്ടില്ല, എല്ലാവരും കണ്ട് മനസ്സിലായല്ലോ. ജയറാമാണ് വിനയം കൊണ്ട് ഇങ്ങനെ എവിടെ ഇരുന്നാലും ഇങ്ങനെ വിനയം അങ്ങ് വരിക. വിനയേഷ് ജയ് റാം, ജയ് ശ്രീറാം എന്നുള്ളതിന് ശ്രീ മാറ്റിയിട്ടാണ് ജയറാം. ഇപ്പൊ ജയ് ശ്രീറാം എന്നൊക്കെ വിളിക്കുന്നതായിട്ട് ആൾക്കാർ പേടിച്ചു കൊടുക്കും. പിന്നെ ചിലർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോഴും പേടിയാ, ബോംബ് പൊട്ടുവോ, അതോ ഇനി വല്ല വാളെടുത്ത് വെട്ടുവോ, ചൂലം കൊണ്ട് കുത്തുവോ എന്നൊക്കെ ആൾക്കാർ പേടിച്ച് 2-3 സ്ലോഗൻസ് ആയതൊക്കെ. അല്ല, ഒന്ന് ആലോചിക്ക്. അങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ. അതിനിടയിൽ പുള്ളി ഇരുന്ന് കാണിക്കുന്ന ഓരോ പ്രാവശ്യം ഓരോ വെട്ടലത്തരങ്ങളാണ്. ഓരോ ദിവസം കാണാൻ പോലീസുകാർക്ക് സല്യൂട്ട് അടിക്കുന്നു, ഓരോ വേഷം കെട്ടി. ഇങ്ങനത്തെ കോമഡി എങ്ങനെ പറ്റുന്നില്ല ഇവർ? ഇത്രയും പ്രായമായിട്ടും ഇമാതിരി കോമഡി പരിപാടി അവതരിപ്പിച്ച് ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആരാ ഇവിടെ ഈ കൊള്ളാം സൂപ്പർ എന്നൊക്കെ പറയുന്ന വിവരം കെട്ടവന്മാർ? ഇത്ര വിവരം ഇല്ലാത്തവന്മാരെ കൊണ്ട് എന്തോ ചെയ്യാനല്ലേ? കുറേ വിവരം ഇല്ലാത്തവരുണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് നേതാവ് ഇങ്ങനെയൊക്കെ തന്നെ വേണം. ഇങ്ങനത്തെ പൊട്ടത്തരം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ പിന്നെ എലക്ട് ചെയ്യായിരിക്കും അവർ. അത്രയും വിവരമില്ലാത്തവർ വേണം, മനസ്സിലായോ? തൃശ്ശൂർ ഭൂരിഭാഗം വിവരമില്ലാത്തവരല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ 36% ഇങ്ങനെ കൊണ്ട് 33-31% ബാക്കിയുള്ള 60% ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത ആൾ തന്നെയാണ്. വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും അത് സംഭവിച്ചു. സാധാരണഗതിയിലുള്ള മണ്ടന്മാരെക്കാൾ കൂടുതൽ മണ്ടന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. എന്നാലൊന്ന് ഇതൊക്കെ കണ്ടിട്ടേ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു എന്നുള്ള ആ ബുദ്ധി ഒന്ന് ഓർത്ത് നോക്ക്. എന്തോ ഒരു ബുദ്ധി അത്. ഇങ്ങനത്തെ ബുദ്ധിയുള്ള ഒരാൾ ഇംഗ്ലീഷ് അല്ല ഏത് ഭാഷ സംസാരിച്ചിട്ട് എന്ത് കാര്യം? ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്നതാണ്. കേട്ടോ സുരേഷ് ഗോപി സാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതിന് ഈ കാണിക്കുന്ന ഈ ഊളത്തിലൊക്കെ കാണിക്കുന്ന ഒരാൾ ഇംഗ്ലീഷ് അല്ല ഏത് ഭാഷ സംസാരിച്ചാലും ഏത് വേഷം കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവിടെ നിന്നൊക്കെ പോയി ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ ഇപ്പോൾ ആർക്കും പറ്റുമോ? അത് വലിയ സംഭവമൊന്നുമല്ല. ഓരോന്നൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന കണ്ടോ അവർക്ക് ഏതാണ്ട് ഭയങ്കര ചെയ്ത്ത ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ചെയ്യുന്നത്. കിളികൾക്ക് വെള്ളം കൊടുത്തന്നെ ഓക്കെ, മാതാവിന് മോതിരം, ക്രൗണ്, ഏതാണ്ടൊക്കെ ഇമാതിരി പണി. ഇനി തൃശ്ശൂർ പൂരം കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നൊന്ന് തുള്ളുകയും കൂടെ ചെയ്താൽ സൂപ്പറായിരിക്കും. രസമുണ്ട് കാണാനായാലും. ഓരോ ദിവസം ഓരോ കോമഡി. പണ്ട് മോഡി ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ കേരളത്തിൽ വന്ന് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കും. ഇതോടെ തീരുവാൻ തോന്നുന്നു. ലാസ്റ്റ് റൗണ്ടാണ് മോഡിയുടെ പരിപാടി എന്നാണ് തോന്നുന്നത്. മോഡിയോട് ഇനി ഇതേപോലത്തെ പരിപാടി അവതരിപ്പിക്കേണ്ടത് രാജ്യം മുഴുവൻ പറയുന്നിടം വരെ. കാരണം ഈ പൊട്ടന്മാരെന്ന് പറഞ്ഞവന്മാർക്കും പോലും വിവരം വെക്കും, മനസ്സിലാവും. ഒരു പരിധി കഴിഞ്ഞാൽ ഏതൊരു പൊട്ടനും വിവരം വെക്കും. പക്ഷെ ഒരു മണ്ടൻ എത്ര നാൾ ഇങ്ങനെ മണ്ടനായിട്ട് ജീവിക്കുമെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, അതായത് മോഡി ഇലക്ഷനൊക്കെ ഈ മോഡി ആദ്യമായിട്ട് ഭരണത്തിൽ കയറിയപ്പോൾ ഞാൻ പറയുക, നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന് കുഞ്ഞായിട്ടിരിക്കും വിചാരിക്കണ്ട. കുറേ നാൾ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രായമാവുന്നേ. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെതായ പക്വതയെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇവർ ജയിപ്പിക്കുമായിരിക്കും, ആർക്കറിയാം. അത്രയും നാൾ വെയിറ്റ് ചെയ്യണം. അത് ഗാന്ധി കുടുംബം അല്ല, ഈ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ പോലത്തെ ആ കുടുംബ മഹിമയൊക്കെ വെച്ചിട്ട് എന്താണെന്നറിയത്തില്ല, കോൺഗ്രസ് വേറൊരു നേതാവിനെ കണ്ടെത്താനേ പറ്റിയിട്ടില്ല. അത് ഭയങ്കര പരിപാടിയത്. എന്നിട്ട് ഇതിനെയും പൊക്കി പിടിച്ചോണ്ട് നടക്കുക. രാഷ്ട്രീയക്കാരനും മക്കൾക്കും നല്ല വയസ്സുള്ളവർക്കും അതുപോലെ തന്നെ സിനിമാക്കാരുടെ മക്കൾക്ക് എത്ര പ്രാവശ്യം തോറ്റാലും കുഴപ്പമില്ല, വീണ്ടും വീണ്ടും പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കാം. പ്രത്യേക യൂണിവേഴ്സിറ്റിയാണ്.
അവർക്ക് വേണ്ടി മാത്രം എന്തോ യൂണിവേഴ്സിറ്റി വല്ല പോലെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിനെയൊക്കെ സഹിക്കുകയും വേണം. അങ്ങനെ അടുത്ത് വെറുത്തപ്പെടാൻ തോന്നി മറ്റേ മോഡി കയറി വരുന്നത്. ഇപ്പം മോഡി അതിലും വലിയ വെറുപ്പീരായതുകൊണ്ട് ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്കൊക്കെ സ്കോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് പോലും നടക്കുന്നില്ലെന്ന്. എന്തൊക്കെ കാണിച്ചാലും ഇയാൾ ഇനി മരിച്ചു പോയാൽ തന്നെ അടുത്ത പ്രാവശ്യവും പിന്നെയും പോയി നടക്കത്തില്ല. കോൺഗ്രസ് ഒന്നും നോക്കണ്ട. അപ്പോൾ ഇതിന് മുടിഞ്ഞ ട്രെൻഡ് ആയിരിക്കും. പിന്നെ അതിലും വലിയ ട്രെൻഡ് കയറി വരും. വല്ല വല്ലതും പോയി കുത്തിയിരിക്കുമ്പോഴാണ് അറ്റാക്ക് വന്ന് മരിക്കുന്നതെങ്കിൽ അയാൾ അവിടെ നിന്ന് മരിച്ചു കളഞ്ഞാൽ തീർന്നു അല്ലേ. അവിടെ ഒരു പ്രതിമ, വലിയൊരു പ്രതിമയും പണിയും. പിന്നെ അതും പറഞ്ഞ് ഒരു 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 2-3 ഇളക്കിളക്കിയാൽ വോട്ടൊക്കെ പൊക്കോളും. അത് ചെയ്ത് ഇത് ചെയ്ത് സ്വാമിയാക്കി ദൈവമാക്കി ഏണ്ടൊക്കെ ആയെന്ന് പറയും. അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനത്തെ ആളുകളാണ് മൊത്തം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ മെജോറിറ്റി മണ്ടന്മാരല്ല. ഇമാതിരി ഊളത്തങ്ങൾ കാണിക്കുമ്പോൾ ഇതെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് സൂപ്പറാണ് എന്ന് പറയുന്ന മണ്ടന്മാർ കേരളത്തിൽ കുറവാണ്. അത് ഈ പറഞ്ഞ സുരേഷ് ഗോപിക്ക് മനസ്സിലായിരുന്നു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപി ഒരു വിചാരം വേറെ ഭയങ്കര എന്തോ സംഭവം നേടിയെടുത്തോളൂ. ഇത് എന്തെല്ലാം എവിടെല്ലാം എന്തൊക്കെ കാണിച്ചിട്ടായിരിക്കും ആർക്കറിയാം. പക്ഷെ ഇമാതിരി തീട്ട ഷോ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്തിനു കൊള്ളാം, കാണിക്കുന്നത് കണ്ടേച്ചാൽ മതി.